നേപ്പാളിലേക്ക് പോകണം, അവിടെ സംഘർഷം ഒഴിയുന്നില്ല. മൂന്നാം ദിവസവും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റ് കർഫ്യൂ പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി വരുന്നു. വൈകിട്ട് 5 മുതൽ രാവിലെ 6 മണി വരെയാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കിടെ വ്യാപക കവർച്ച നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കർശന നടപടിയെടുക്കുമെന്ന സൈന്യം മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിഷേധത്തെ തുടർന്ന് അടച്ച കാഠ്മണ്ഡു വിമാനത്താവളം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. 2 ദിവസത്തിന് ശേഷം പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ പാർലമെന്റ് ഉടൻ പിരിച്ചുവിടണമെന്നടക്കമുള്ള നിബന്ധനകൾ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നേരിടണം, എക്സിക്യൂട്ടീവ് നേതൃത്വത്തെ നേരിട്ട് തെരഞ്ഞെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടിയാണ് ഉയർത്തുന്നത്. ഏതായാലും നേപ്പാളിലെ സാഹചര്യം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആതിര ജെയിനും ആദിൽ പാലോടുമാണ് ചേരുന്നത്. നമുക്ക് ആതിരയിലേക്ക് ആദ്യം പോകാം. ആതിര, സംഘർഷങ്ങൾ ഒഴിയുന്നില്ല ഇപ്പോഴിതാ, പക്ഷേ കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നിരിക്കുന്നു. സൈന്യം ചുമതല ഏറ്റെടുത്ത ശേഷം, അല്ലെങ്കിൽ സൈന്യം അധികാരം പിടിച്ച ശേഷം, സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായ ശേഷം കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം അവിടെ? വിനിത, സാഹചര്യം പൂർണ്ണമായിട്ടും സാധാരണ നിലയിലായിട്ടില്ല. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളം തുറന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനജീവിതം ദുസ്സഹമാണ്. തെരുവിൽ ആളിക്കത്തുകയാണ്. പ്രക്ഷോഭകാരികൾ തീയിട്ട കെട്ടിടങ്ങൾ, പ്രധാനമായും പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ളവയെല്ലാം തീയെരിയുന്ന കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലയെല്ലാം സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. സൈനിക മേധാവി പ്രതിഷേധക്കാർ പ്രക്ഷോഭകാരികൾ ചർച്ച നടത്തണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പ്രക്ഷോഭകാരികളുമായി ഒരുപക്ഷെ ചർച്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം പ്രക്ഷോഭകാരികളുടെ നിലപാട് വളരെ കർശനമാണ്. അവർ ഭരണഘടന പൂർണ്ണമായും ഭേദഗതി ചെയ്യണം, പാർലമെന്റ് പിരിച്ചുവിടണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ആരായിരിക്കും ഇടക്കാല പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. റാപ്പറും അവർക്ക് പ്രിയങ്കരനുമായ ബാലേന്ദ്ര ഷാ പ്രധാനമന്ത്രി ആയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രക്ഷോഭകാരികളെ സംബന്ധിച്ച് പൂർണ്ണമായും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പിലാക്കാതെ ഭരണഘടന ഭേദഗതി ചെയ്യുകയും 30 വർഷത്തിനപ്പുറമുള്ള അഴിമതി കേസുകൾ ഉൾപ്പെടെ അന്വേഷിക്കണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. കൈവിട്ട ഒരു തീക്കളിയിലേക്ക് അയൽരാജ്യം പോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേപ്പാൾ കത്തിയെരിയുകയാണ്. പ്രക്ഷോഭകാരികൾ നിരത്തുകൾ കീഴടക്കി കഴിഞ്ഞു. അതുപോലെ ഇതിനിടയിൽ തന്നെ കൊള്ളയടിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മോഷണവും കൊള്ളയടികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തടവുകാർ ജയിൽ ചാടിയിട്ടുണ്ട്. ലളിത്പൂരിൽ 1500ഓളം തടവുകാർ ജയിൽ ചാടിയെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. കൊള്ളയടിക്കുന്നതിനിടെ 4 പേരെ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കലാപം നിറഞ്ഞ വാർത്തകൾ തന്നെയാണ് നേപ്പാളിൽ നിന്ന് പുറത്തു വരുന്നത്. ആദിൽ പാലോട് കൂടി ചേരുകയാണ്. ആദിൽ, 700-ലധികം ഇന്ത്യക്കാരുണ്ട് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ വേഗത്തിലാക്കും കേന്ദ്ര സർക്കാർ എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നതുകൊണ്ട് തന്നെ പ്രത്യേക വിമാനം അയക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 200 പേർ കുടുങ്ങിയെന്ന് ആന്ധ്രാപ്രദേശ് സർക്കാർ ഇപ്പോൾ അറിയിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ സുരക്ഷിതരാണ് എന്നറിയുമ്പോൾ പോലും എപ്പോൾ തിരിച്ചെത്തിക്കാനാകും എന്നൊരാശങ്ക ഉണ്ട്. പ്രത്യേകിച്ച് സംഘർഷം തുടരുക തന്നെയാണല്ലോ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വിമാനത്താവളങ്ങൾ തുറക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യ എന്ന് വേണം കരുതാൻ. ഏതായാലും ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വിമാനത്താവളങ്ങൾ തുറന്നത് ആശ്വാസകരമാണ്. അവിടെ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ, ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഔദ്യോഗികമായി തന്നെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കുന്നു. മലയാളികൾ 40 പേർ, ആന്ധ്രയിൽ നിന്നും 200 ആളുകൾ, ആ രൂപത്തിൽ നിരവധി പേർ ഇന്ത്യൻ പൗരന്മാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു. അതിവേഗത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് അവരെ വിമാനമാർഗം, വ്യോമമാർഗം തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് ആലോചിക്കുന്നത്. ഇതിനൊപ്പം അതിർത്തിയിലാകെ വലിയ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് BSFന്റെ സുരക്ഷയുണ്ട്, അടക്കമുള്ള വിവിധ പാരാമിലിറ്ററികളുടെ സുരക്ഷ അതിർത്തിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇന്ത്യയുടെ UP, ബീഹാർ അടക്കമുള്ള അതിർത്തി മേഖലകളിലെ സർക്കാർ ഓഫീസുകൾ പ്രക്ഷോഭകാരികൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. നേപ്പാളിലെ സർക്കാർ ഓഫീസുകളാണ് കത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാനുള്ള, ഈ പ്രക്ഷോഭകാരികൾ അടക്കമുള്ളവർ കടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനൊക്കെ കൂടുതൽ ജാഗ്രത അതിർത്തിയിലുണ്ട് എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ അതിർത്തിയിൽ സുരക്ഷ കനപ്പിക്കുമ്പോൾ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ അതിവേഗത്തിലാക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. വിനീത, ശരി. ആദിൽ പാലോടും ആതിര ജെയിനുമാണ് വിവരങ്ങൾ നൽകിയത്.